അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ മഞ്ജുളയാലിനെ കുറിച്ചിട്ടുള്ളൊരു കഥയാണ് പറയുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് മഞ്ജുളയാലിനെ കുറിച്ചിട്ട്. എന്നാലും എങ്ങനെ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ മഞ്ജുളയാലിനെ കുറിച്ചിട്ടൊന്നും പറയാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തിയായിട്ട് ഭക്തിയായ ഒരു കുട്ടി, വാരസ്യ ഒരു കുട്ടിയായിരുന്നു മഞ്ജുള. ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു മഞ്ജുള താമസിച്ചിരുന്നത്. അപ്പോൾ നിത്യവും ഭഗവാന് ചാർത്താനുള്ള മാല കെട്ടി മഞ്ജുള ക്ഷേത്രത്തിലെത്തും. കുറേ നേരം നാമം ജപിക്കും. അങ്ങനെ കുറേ നേരം ക്ഷേത്രത്തിൽ ചിലവഴിച്ചിട്ടാണ് മഞ്ജുള തിരികെ വീട്ടിൽ പോവുക. എല്ലാ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം മഞ്ജുള ക്ഷേത്രത്തിലെത്താൻ വൈകി. മാല കൊണ്ട് വന്നപ്പോഴത്തേനും നട അടച്ചിടും. മഞ്ജുളയ്ക്ക് നല്ല വിഷമമായി. കാരണം മഞ്ജുളയ്ക്ക് ഗുരുവായൂരപ്പനോട് അത്രയും പ്രിയമാണ് മഞ്ജുളയ്ക്ക്. അപ്പോൾ അവളവിടെ നിന്നിട്ട് കരയുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ അപ്പോൾ മാലയൊക്കെ ഈ മാല ചേർത്താത്തതിനാണോ അങ്ങനെ കരയണമെന്ന്. അപ്പോൾ ഒരു ഭഗവാനോടുള്ള പ്രിയം ഉള്ള ആൾക്കാരൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അത് എത്രത്തോളം വിഷമം ഉണ്ടാക്കണതാണെന്ന്. അപ്പോൾ ഇത് കണ്ടിട്ട് മഞ്ജുള അവിടെ നിന്ന് കരയണത് കണ്ടിട്ട് പൂന്താനം നമ്പൂതിരി വരികയാണ്. പൂന്താനം നമ്പൂതിരി മഞ്ജുളയെ കാണാറുണ്ട്. ക്ഷേത്രത്തിൽ എപ്പോഴും വരുന്ന കുട്ടിയാണ്. പൂന്താനത്തിനും അറിയാം. അപ്പോൾ ചോദിക്കും എന്തിനാ മോളെ എന്തിനാ അങ്ങനെ കരയണത് ചോദിക്കും. അപ്പോൾ പറയും ഇങ്ങനെ നട അടച്ചു, അത് കാരണം ഞാൻ കൊണ്ടുവന്ന മാല ഭഗവാന് ചാർത്താൻ പറ്റിയില്ല പറയും. അപ്പോൾ പൂന്താനം പറയുകയാണ്, ഗുരുവായൂരപ്പൻ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കണ ആളല്ല കേട്ടോ. കുട്ടി കിഴക്കേ നടയിലുള്ള ആൽമരമുണ്ട്, അതിൻ്റെ ചുവട്ടിലൊരു കല്ലുണ്ട്, അവിടെ ഗുരുവായൂരപ്പനെ സങ്കല്പിച്ചിട്ട് ഈ മാല അവിടെ കൊണ്ടുപോയി ചേർത്താൻ പറയണം. അപ്പോൾ ഇത് കേട്ടതും മഞ്ജുള വേഗം അവിടെ ചെന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് അത് ഗുരുവായൂരപ്പനാണെന്ന് സങ്കല്പിച്ചിട്ട് അവൾ അത്രയും ഇതോടുകൂടി ഭക്തിയോട് കൂടിയിട്ട് ആ മാല അവിടെ ചേർത്തിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മഞ്ജുള തിരികെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം നിർമ്മാല്യ ദർശനം കഴിഞ്ഞിട്ട് മേൽശാന്തി മാലകളൊക്കെ അഴിച്ചെടുക്കുകയാണ്. പക്ഷെ ഒരു മാല മാത്രമേ എത്ര നോക്കിയിട്ട് ഊരാൻ പറ്റണില്ല. അപ്പോൾ മേൽശാന്തിക്ക് ആകെ പരിഭ്രാന്തിയായി. അപ്പോൾ അവിടെ പൂന്താനം നമ്പൂതിരിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ എന്താ ചോദിക്കുമ്പോൾ പറയുകയാണ്, ഒരു മാല മാത്രം ഊരാൻ പറ്റണില്ല, എത്ര ശ്രമിച്ചിട്ട് ഊരാൻ പറ്റണില്ല പറയണം. അപ്പോൾ എന്താ പറയുക, പൂന്താനം നമ്പൂതിരി പറയും, അതൊരു പക്ഷേ ഇന്നലെ മഞ്ജുള ചാർത്തിയിട്ടുള്ള മാലയായിരിക്കും. അപ്പോൾ മഞ്ജുള ചാർത്തിയ മാലയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് മാല ഊരിയെടുക്കാൻ പറയും. അപ്പോൾ അങ്ങനെ മേൽശാന്തി അങ്ങനെ വിചാരിച്ചതും ആ മാല പെട്ടെന്ന് അങ്ങോട്ട് ഊരിപ്പോരും. അപ്പോൾ എല്ലാവരും അതുവരെ മഞ്ജുളേനെ എല്ലാവർക്കും ഒരു കളിയാക്കലായിരുന്നു. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരിക, നാമം ജപിക്കുക, അല്ലെങ്കിൽ മാല കെട്ടുക, എന്താപ്പോൾ ആർക്കും ഇല്ലല്ലോ ഇതൊന്നും. അപ്പോൾ അതുവരെ കളിയാക്കിയ ആൾക്കാർക്കൊക്കെ അപ്പോഴാണ് മഞ്ജുളയുടെ മഹത്വം മനസ്സിലായത്. ഭഗവാൻ എത്രമാത്രം പ്രിയപ്പെട്ടതാണ് മഞ്ജുള എന്ന് മനസ്സിലായത്. അപ്പം പിന്നെ അതിന് ശേഷം ആ ആല് പിന്നെ മഞ്ജുളയാൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയാം വലിയൊരു ഗരുഡൻ്റെ വിഗ്രഹം, അതുപോലെ തന്നെ പൂന്താനം നമ്പൂതിരിയുടെ ഒക്കെ ശില്പമൊക്കെ ആയിട്ട് മഞ്ജുളയാൽ കാണാം. അപ്പോൾ എല്ലാവരും ഭഗവാനെ നാമം ജപിക്കുക. ഭഗവാനെ എന്താന്ന് പറയുക, നമ്മൾ ഒരടി അങ്ങോട്ട് വെച്ചാൽ ഭഗവാൻ 1000 അടി വെച്ച് ഇങ്ങോട്ട് നമ്മളെ അടുത്തേക്ക് വരും. അതുകൊണ്ട് എന്നും നാമം ജപിക്കുക. ഒരു മാലയെങ്കിലും, ഒരു മാല പറയുമ്പോൾ 108 മണി, ഒരു മാലയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു നാമം എല്ലാ ദിവസവും ജപിക്കുക.